മതമാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് റിജാലുൻ പുരുഷന്മാർ പള്ളിയിൽ നിസ്കരിക്കുന്നവരാണ്, സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകേണ്ടവരല്ല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്. സകാത്ത് കൊടുക്കുന്നതിലും നിസ്കരിക്കുന്നതിലും അതുപോലുള്ള സൽക്കർമ്മങ്ങളിലൊന്നും എത്ര ബിസിനസ് ഉണ്ടെങ്കിലും, എന്ത് കച്ചവടമുണ്ടെങ്കിലും, ഏത് കൃഷി ഉണ്ടെങ്കിലും, ഏത് തൊഴിലുണ്ടെങ്കിലും, ഏത് തിരക്കുണ്ടെങ്കിലും ഒരൊറ്റ നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ വിട്ടുപോകാതെ, സകാത്ത് കൊടുക്കുന്നത് ഒഴിഞ്ഞു പോകാതെ, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളുമൊക്കെ പിടച്ചു പോകുന്നൊരു ദിവസമുണ്ട്. അത് അല്ലാഹുവിന്റെ കോടതിയാണ്. ആ കോടതിയിൽ നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിന്റെ ഭക്തിയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. പള്ളികൾ അല്ലാഹുവിന്റെ വീടുകളാണ്. ആ വീടുകൾ ദിക്റിന് വേണ്ടിയുള്ളതാണ്. ആ വീടുകൾ അല്ലാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് അല്ലാഹു ബഹുമാനിക്കാൻ കൽപ്പിച്ചിട്ടുള്ള വീടുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ പള്ളികളും ബഹുമാനിക്കണം. ഈ പള്ളി ഇവിടെ നിർമ്മിച്ച് ഇതിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, ഈ പള്ളി അല്ലാഹുവിന്റെ ഭവനമായതുപോലെ തന്നെ ഈ പ്രദേശത്ത് ചുറ്റുഭാഗത്ത് ഏതെല്ലാം പള്ളികളുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. അതിനെല്ലാം അല്ലാഹുവിന്റെ ഭവനം എന്ന ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങളെ പള്ളിയുണ്ടോ അതെല്ലാം ബഹുമാനമുള്ള പള്ളികൾ തന്നെ. ഏറ്റവും ബഹുമാനമുള്ള 3 പള്ളികളുണ്ട്. അതിലൊന്ന് മസ്ജിദുൽ അഖ്സയാണ്, മറ്റൊന്ന് മദീനത്തെ മസ്ജിദുൻ നബവിയാണ്, മറ്റൊന്ന് മസ്ജിദുൽ ഹറാമാണ്. അതിന് വലിയ ബഹുമാനം ഇരട്ടി. അതാ 10,000 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറയുന്ന ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു ആ പള്ളികൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു ആ പള്ളികളൊക്കെ കാണാനും അവിടെ വെച്ച് നിസ്കരിക്കാനും അവിടുന്ന് ദുആ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് വലതുകാല് മുന്തിച്ചു വെച്ച് കടക്കണം. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ വാചകം കൊണ്ടോ മറ്റു വാചകം കൊണ്ടോ സലാത്തും സലാമും ചൊല്ലണം. അതിന്റെ പുറമെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതികി. അല്ലാഹുവേ, നിന്റെ വീട്ടിലേക്ക് വരുന്ന അടിമയാണ് പാവപ്പെട്ട ഞാൻ. അതുകൊണ്ട് നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു, നിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ, റഹ്മത്തിന്റെ വാതിലുകൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ഏത് പള്ളിയിൽ കടക്കുന്ന സമയത്തും വലതുകാലെടുത്ത് വെച്ച് ബിസ്മി ചൊല്ലി സ്വലാത്ത് ചൊല്ലി ചൊല്ലല് സുന്നത്തുണ്ട്. അറിയാത്തവരാ ദിക്ർ എഴുതി പഠിക്കണം. പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലിയിരിക്കണം. പള്ളിയിൽ അങ്ങ് കടന്നാലോ പിന്നെ അനാവശ്യമായ ഒരു സംസാരവും പള്ളിയിൽ പാടില്ല. പള്ളിയിൽ കടക്കുമ്പോൾ തന്നെ പള്ളിയിൽ താമസിക്കാൻ അങ്ങ് കരുതണം. അതിന്റെ പേരാണ് ഇഅ്തികാഫിനെ കരുതുക എന്ന് പറയുന്നത്. പള്ളിയിൽ താമസിക്കുക എന്നത് തന്നെ ഒരു വലിയ പുണ്യകർമ്മമാണ്. ആ പള്ളിയിൽ കടന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. അത് അല്ലാഹുവിന്റെ പള്ളിയിൽ കടന്ന വകയിൽ, അവന്റെ ദർബാറിലേക്ക് വന്ന വകയിൽ പടച്ചവൻ വെക്കുന്ന കാഴ്ചയാണ് 2 റക്അത്ത് തഹിയ്യത്ത്. ആ തഹിയ്യത്ത് നിസ്കാരം നിങ്ങൾ വുദു എടുത്ത ഉടനെയാണെങ്കിൽ വുദുവിന്റെ സുന്നത്തും തഹിയ്യത്തും കൂടി ഒന്നായി നിസ്കരിക്കാം. അല്ല, നിങ്ങൾ വേറെ ഒരു നിസ്കാരം സുന്നത്തോ ഫർദോ ആയത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തഹിയ്യത്തും കൂടി നിങ്ങൾക്ക് കരുതാം. എന്നാൽ നിങ്ങൾക്ക് ഏതായിരുന്നാലും തഹിയ്യത്തിന്റെ പ്രതിഫലം വലിയ നിലക്ക് ലഭിക്കും. കരുതിയില്ലെങ്കിൽ തന്നെയും അതാ പള്ളിയിൽ കയറി ഒരു നിസ്കാരം നടത്തിയാൽ തഹിയ്യത്തിന്റെ കൽപ്പന വീടുമെന്ന് പണ്ഡിതന്മാര് പറയുന്നു.
പറയുന്നുണ്ട്. ഏതായാലും പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട്. ആ പള്ളിയിൽ സഹോദരന്മാരെ, പള്ളി നടത്തുന്ന ഭരണാധികാരികളാണ്, കമ്മിറ്റിക്കാരെന്ന് ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ അധികാരമുള്ള ഒരു കമ്മിറ്റിക്കാരനുമില്ല, ഒരു രാജാവുമില്ല. ഈ പാവപ്പെട്ട ഞാനും ചില പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയാണ്. പക്ഷേ ഞാനും ഓർക്കണം, നിങ്ങളും ഓർക്കണം, അള്ളാഹുവിന്റെ ഭവനമാണിത്. ഇത് ഭരിക്കാൻ ഒരു രാജാവുമില്ല, ഒരടിമയുമില്ല. മറിച്ച് അതാ പള്ളിയുടെ ഭരണമെന്ന് പറയുന്നത് പള്ളിയുടെ മൂത്രപ്പുര വൃത്തികേടാകാതെ സൂക്ഷിക്കലാണ്, പള്ളിയിൽ നജസുണ്ടാകാതെ സൂക്ഷിക്കലാണ്, പള്ളിയുടെ പരിസരം വൃത്തിയാക്കലാണ്, പള്ളിയിൽ എപ്പോഴും വെള്ളവും കരണ്ടുമൊക്കെ ഉണ്ടാകലാണ്, പള്ളിയിൽ കൃത്യമായി ബാങ്കും നിസ്കാരവും ഒക്കെ നടക്കലാണ്, ദിക്റും ഔറാദും സലാത്തും ഖുർആനോത്തും നടക്കലാണ്. അത് നടത്താനുള്ള ഉത്തരവാദിത്തമുള്ളവർക്കാണ് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും തന്നെ അതാ ഒരു പള്ളിയുടെ കമ്മിറ്റിക്കാർ അള്ളാഹുവിന്റെ ഭവനം ഭരിക്കുന്നവരാണെന്നൊരു ധാരണ അവരെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകരുത്. റബ്ബിന്റെ വീട് ഭരിക്കുന്നവരല്ല, റബ്ബിന്റെ വീടിന് ഖിദ്മത്തെടുക്കുന്നവരാണ് നാം. ആ പള്ളിയിലെങ്ങാനും ഒരു പല്ലിക്കാട്ടം കുടുങ്ങിപ്പോയാൽ അത് കണ്ട ഉടനെ എടുത്തു മാറ്റൽ നിർബന്ധമാണ്. ഒരു സെക്കൻഡ് താമസിപ്പിച്ചുകൂടാ. അതിന് നിശ്ചയിച്ച ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അയാളെ കാത്തു നിന്നുകൂടാ. കണ്ടത് പ്രസിഡന്റാണോ ഉടനെ തന്നെ അയാൾ എടുത്ത് നീക്കിക്കൊള്ളണം, സെക്രട്ടറിയാണോ എടുത്ത് നീക്കിക്കൊള്ളണം. ശമ്പളം കൊടുത്തിട്ട് ഒരാളെ അതിന് നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ലേ, അത് വേറെ കഥയാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടവനെടുത്ത് നീക്കിക്കൊള്ളണം. ഇത് അല്ലാഹുവിന്റെ വീടാണ്. ആ ബഹുമാനത്തോടെ പള്ളിയെ കാണുകയും പള്ളിയെ ആദരിക്കുകയും പള്ളി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യണമെന്നുണർത്തുകയാണ്. പള്ളിയുടെ ഇമാറത്ത് എന്തുകൊണ്ടാണ്? നിർമ്മാണം കൊണ്ട് മാത്രമല്ല, പള്ളിയിൽ കൃത്യമായി ജമാഅത്ത് നടക്കണം, ബാങ്ക് വിളിക്കണം. ആ ബാങ്ക് വിളിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം. ബാങ്ക് വിളിക്കുന്നവന്റെ മനസ്സിൽ അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണിത്, അവന്റെ വീട്ടിലേക്കുള്ള ക്ഷണമാണിത്. ഇതൊരു പ്രബോധനമാണെന്ന ബോധം വേണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ. ബാങ്ക് എന്ന് പറയുന്നത് പരിപൂർണമായ പ്രബോധനമാണ്. ആ പ്രബോധന കർമ്മമാണ് നിർവഹിക്കുന്നതെന്ന ബോധത്തോടെ ആ പള്ളിയിൽ വെച്ച് കൃത്യമായി ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ അതേത് പള്ളിയിലെ ബാങ്കാണെങ്കിലും ശരി, നമ്മുടെ കമ്മിറ്റിയിലുള്ള പള്ളിയാണെങ്കിലും ശരി, അല്ലാത്ത പള്ളിയാണെങ്കിലും ശരി, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അപ്പോൾ മൗനമായിരിക്കാം, പിന്നെ മിണ്ടാൻ പാടില്ല. ആ ബാങ്കിന്റെ വചനങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ നമ്മളും പറയണം. പക്ഷേ ഹയ്യ അലസ്സലാ എന്ന വാചകം കേൾക്കുമ്പോൾ ഹയ്യ അലസ്സലാ എന്നല്ല പറയേണ്ടത്, മറിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഹയ്യ അലസ്സലാ എന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നമ്മൾ പറയാണ് നിസ്കരിക്കാൻ വരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പിന്നെ വിളിക്കുന്നത് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നാണ്. എല്ലാവരെയും വിളിക്കാണ് പരസ്യമായിട്ട് നിസ്കരിക്കാൻ വരൂ, ക്ഷണിക്കാഞ്ഞിട്ട് ആരും വരാതിരിക്കണ്ട. വിളിക്കൽ എല്ലാവരെയും വിളിക്കണം. ഹയ്യ അലസ്സലാഹ്. ഇന്നയാളെ എന്ന് പറയുന്നില്ല, കാരണം അള്ളാന്റെ പള്ളിയിൽ വിവേചനമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനും വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ പറയുന്ന വാക്ക് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. വിളിക്കുന്നത് ഈ ബാങ്ക് വിളിക്കുന്ന ആൾക്ക് കാര്യം കിട്ടാനല്ല, കമ്മിറ്റിക്കാർക്ക് ലാഭം കിട്ടാനല്ല, നിങ്ങളെ വിജയത്തിലേക്കാണ് വിളിക്കുന്നത്. ഹയ്യ അലൽ ഫലാഹ്. ഇത് അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് വിളിക്കുമ്പോ ചെറുപ്പക്കാരെ, നിങ്ങൾ റബ്ബിന്റെ വീട്ടിൽ പോയി ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം കേട്ടോ.
പലരും ദുബായിലേക്ക് പോവുകയാണ്, ഖത്തറിലേക്ക് പോവുകയാണ്. എന്താ കാരണം? ഇവിടുത്തെ 1000 ഉറുപ്പിക പോലെയല്ല അവിടുത്തെ 1000. അവിടുത്തെ 1000-ന് 13,000 അവിടുത്തെ 1000 ദിർഹം കിട്ടിയാൽ ഇവിടുത്തെ 13,000. ഇവിടുത്തെ 1000 കിട്ടിയാൽ അത് 1000 തന്നെയാണ്. 13,000 ഇരട്ടി, 13 ഇരട്ടി കിട്ടുമെന്ന് കണ്ടപ്പോ അതാ നാട്ടിൽ നിന്ന് കുടുംബത്തെ വിടുകയാണ്. ബാപ്പയെയും ഉമ്മയെയും മക്കളെയും ഭാര്യനെയും ഇവിടെ നിർത്തുകയാണ്. എല്ലാവരെയും വിട്ട് താലോലിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് ചുംബിച്ച് ഭാര്യയിലേക്ക് ഉമ്മയിലേക്ക് കൈമാറുകയാണ്. എന്നിട്ട് കണ്ണിൽ നിന്ന് വെള്ളം നിറച്ചുകൊണ്ട് ദുബായിലേക്ക് പോവുകയാണ്. അതും ഒരുപാട് സംഖ്യ ചെലവഴിച്ച് വിസ സംഘടിപ്പിച്ചതാണ്. ഒരുപാട് സമയം പോയി എമിഗ്രേഷനിൽ അതാ കൂതുന്നതാണ്. എന്നിട്ട് എത്ര അധ്വാനിച്ചിട്ടാണ് മനുഷ്യൻ പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്നത്? എന്താണ് കാരണം? 1000-ന് 13,000 കിട്ടുമെന്നതാണ്. എന്നാൽ മുഅ്മിനേ, സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തിൽ ഫർദി ബി27 ദറജ. ഒരൊറ്റ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് ജമാഅത്തായിട്ടാണോ അതിന് 27 ഇരട്ടി പ്രതിഫലമാണ്. 1000-ന് 27,000 പ്രതിഫലം, 27 ഇരട്ടി പ്രതിഫലമാണ്. എന്നിട്ടും പള്ളിയുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന പലരും ബാങ്ക് കേട്ടിട്ട് പുരുഷന്മാര് പള്ളിയിലേക്ക് വരാതിരിക്കുന്നത് സങ്കടമല്ലേ മുസ്ലിമീങ്ങളെ? 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരാനുള്ള പ്രയാസങ്ങൾ മുഴുവനും ധരിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചിട്ട് ആദ്യം സമ്മതം കൊടുത്തെങ്കിലും പിന്നീട് വിളിച്ചിട്ട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വന്നേ പറ്റൂ പള്ളിയിലേക്ക് എന്നല്ലേ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, വെള്ളം തന്ന റബ്ബ്, ഭക്ഷണം തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, കണ്ണും കാതും തന്ന റബ്ബ്, നടക്കാൻ കാല് തന്ന റബ്ബ്, ശരീരത്തിന് ആരോഗ്യം തന്ന റബ്ബ്, നിഅമത്തുകൾ വാരിക്കോരി തന്ന റബ്ബ്. ആ റബ്ബിന്റെ വീട്ടിൽ വെച്ച് അവന്റെ പ്രതിനിധികൾ വിളിക്കുമ്പോ ആ റബ്ബിന്റെ വീട്ടിലൊന്ന് ചെന്ന് ആ റബ്ബുമായുള്ള സംഭാഷണമായ നിസ്കാരം നിർവഹിക്കൽ അനിവാര്യമല്ലേ, കടപ്പാടല്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങളെ വീട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളികളിൽ പോയി ജമാഅത്തായി തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കണം. കാരണവന്മാരെ പരമാവധി പള്ളിയിലെത്തണം. സ്ത്രീകളെ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖിന്നസ്സലാ. നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും തന്ന റബ്ബ് നിങ്ങളോട് പറയുന്നു, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് നിസ്കരിക്കണം. നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണമെന്നാണ് റബ്ബിന്റെ നിർദ്ദേശം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ഖൈറും ശർറും പഠിപ്പിക്കാൻ അല്ലാഹു പറഞ്ഞേച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. ആ റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഉമ്മമാരെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈർ. ആ റസൂലുള്ളാഹിനെ വിട്ടിട്ട് നിങ്ങൾ വേറെ ആരെയും പിന്തുടരാൻ പോകണ്ട. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ ജുമഅക്ക് പോയിട്ടില്ല, ഒരൊറ്റ ജമാഅത്തിന് ഫാത്തിമ ബീവി പോയിട്ടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവി കടക്കുന്നത് പോലെ സ്വർഗത്തിൽ കടക്കേണ്ട ഉമ്മമാരെ, ഫാത്തിമ ബീവിയെ പോലെ സ്വർഗത്തിലെത്തേണ്ട ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ വെച്ച് കൃത്യമായി നിങ്ങളും നിസ്കാരം നിർവഹിക്കണം. നിങ്ങളെ ചെറിയ കുട്ടികൾ 7 വയസ്സായാൽ നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടും കുട്ടികൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ച് നിസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച് നമ്മുടെ കുട്ടികളെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കണം.
അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന നമ്മൾ നന്ദിപൂർവ്വം ലോകത്ത് ജീവിക്കണം. നമ്മൾ വേണ്ടാത്ത ഒന്നിലേക്ക് കടന്നു പോകരുത്. ആരെയും കുറ്റം പറയാൻ നമ്മുടെ നാവ് നമ്മൾ ഉപയോഗിക്കണ്ട. ആരുടെയും ദൈവത്തെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയണ്ട. ഇഷ്ടപ്പെടാത്തത് ആരെയും പറയണ്ട. ചിലര് പറയും, ഉസ്താദേ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞു, ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ളത് പറയുന്നതാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് പറയുക എന്നാണ്. ഉള്ളത് തന്നെ ഒരാൾ ഇഷ്ടപ്പെടാത്തത് പറയാൻ പാടില്ല. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പാടില്ല. അയാൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലോ ഉസ്താദേ, എന്നാലും അയാൾ ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറയണ്ട. തെറ്റ് ചെയ്യുന്നവരെ സ്വകാര്യം വിളിച്ച് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. സ്വകാര്യം വിളിച്ച് നല്ല നിലക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നേരെ മറിച്ച് തെറ്റ് ചെയ്യുന്നവന്റെ കുറ്റമൊക്കെ പറയാൻ നമ്മളോട് അല്ല പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്യുന്നവന്റെ കുറ്റം പറഞ്ഞ് നടക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരാളെ കുറ്റവും കുറവും പറയരുത്, ഗീബത്ത് പറയരുത്. പരസ്പരം തെറ്റിപ്പോകാൻ കാരണമാകുന്ന ഒരു വാചകവും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയരുത്. അതിനാണ് ഏഷണി പറയുകയെന്ന് പറയുന്നത്. എല്ലാ മഹല്ലത്തിലുമുള്ള മുസ്ലിമീങ്ങൾ യോജിപ്പോടെ ജീവിക്കണം, യോജിപ്പോടെ നിസ്കരിക്കണം, യോജിപ്പോടെ പ്രവർത്തനങ്ങൾ നടത്തണം. ഒരു പക്ഷേ സംഘടനകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം. പണ്ഡിതന്മാർക്കിടയിൽ ചില്ലറ സംഘടനാപരമായ ഭിന്നതകൾ ഉണ്ടാകാം. അതിന്റെ പേരിൽ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് നിങ്ങൾ ആരും ചീത്ത പറയരുത്. നമ്മളെ സംഘടനയിൽ പെട്ടവരെയും പറയരുത്. വേറെ സംഘടനയിലുള്ള ആലിമീങ്ങളെയും നമ്മൾ ചീത്ത പറയരുത്, തെറി പറയരുത്, ആലിമീങ്ങളെ കുറ്റം പറയരുത്. അതുപോലെ മുഅ്മിനീങ്ങൾ പരസ്പരം ശണ്ട കൂടി കലാട്ട ഉണ്ടാക്കരുത്, പരസ്പരം തെറി പറയരുത്, പരസ്പരം തമ്മിൽ തെറ്റിക്കുന്ന ഏഷണിയുടെ വാചകങ്ങൾ ഒരാളും പറയരുത്. കേട്ടിട്ടില്ലേ നിങ്ങൾ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളെയും കൂട്ടി മഴയില്ലാത്ത സമയത്ത് കുറെ ദുആ നടത്തി നോക്കി, മഴ കിട്ടുന്നില്ല. മൂസാ നബി ചോദിച്ചു, അല്ലാ ഞങ്ങൾ ദുആ ചെയ്തിട്ട് എന്തേ ഫലം കിട്ടാത്തത്, മഴ കിട്ടാത്തത്? അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളെ കൂട്ടത്തിൽ രേഷണി പറയുന്നവരുണ്ട്, നമീമത്ത് പറയുന്നവരുണ്ട്. നമീമത്ത് പറയാൻ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി പറയാം. ഭാര്യനെ ഭർത്താവിനെ തെറ്റിക്കുക, അയൽവാസികളെ തെറ്റിക്കുക, കുടുംബങ്ങളെ തെറ്റിക്കുക, നാട്ടുകാരെ തെറ്റിക്കുക, ഇങ്ങനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുക. അങ്ങനെ തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ആ കുത്തറില്ലാത്തത്. മൂസാ നബി അലൈഹി പഠിച്ചവനെ അയാളെ പേരൊന്ന് പറഞ്ഞ അയാളിപ്പോ തന്നെ പുറത്താക്കാം. അയാളെ പേരൊന്ന് പറഞ്ഞു തന്നാൽ അയാളെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കാം, ഞങ്ങളെ ദ്വാക്കുത്തരം കിട്ടുമല്ലോ. അപ്പൊ അള്ളാന്റെ ചോദ്യം, അന്നേരം ഞാനൊരു ഏഷണി പറയുന്നവനാവൂലേ? ഇന്നാളാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏഷണി പറയുന്ന ആളുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളെ പറ്റൂലേ? അപ്പൊ ഞാനൊരു ഏഷണി പറയുന്ന ആളാവൂലേ? അപ്പൊ പിന്നെ എന്താ പരിഹാരം? നിങ്ങൾ എല്ലാവരും എന്നോട് തൗബ ചെയ്യുക, എന്നോട് ഖേദിച്ച് മടങ്ങുക, ആരും ഇനി തെറ്റ് ചെയ്യണ്ട. എല്ലാവരും റബ്ബിനോട് തൗബ ചെയ്തിട്ടെന്ന് ദുആ നടത്തിയപ്പോ ദുആക്ക് ഉത്തരം ലഭിച്ചു പോയി. സഹോദരന്മാരെ, കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം നബിയല്ലേ, ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള മഹാനല്ലേ? എന്നിട്ടും കൂട്ടത്തിൽ ഒരു ഏഷണിക്കാരനുണ്ടായപ്പോ ആ മഹാന്റെ ദുആക്ക് തന്നെ ഉത്തരം കിട്ടാൻ വിഷമമായി എന്നല്ലേ പറയുന്നത്? അപ്പോൾ തെറ്റ് ചെയ്യുന്നവൻ കൂട്ടത്തിലുണ്ടായാൽ സമൂഹത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എത്രയാണെന്നതിൽ നമുക്ക് ചിന്തിച്ചുകൂടെ? അതുകൊണ്ട് ഏഷണി പറയാൻ പാടില്ല. നമുക്കല്ല തന്ന നാവ് കൊണ്ട് നമ്മൾ കളവ് പറയാൻ പാടില്ല. കളവ് പറയാനല്ലല്ലോ റബ്ബ് നമുക്ക് നാവ് തന്നത്. കളവ് പറയാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും ചിന്ത വേണം. നമ്മുടെ രഹസ്യം അല്ലാഹു അറിയുന്നു, പരസ്യം അല്ലാഹു അറിയുന്നു. അമർനീ റബ്ബീ ബിതിസ്ൻ, 9 കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചു. ഹസിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും അല്ലാഹനെ പേടിക്കണം, പരസ്യത്തിലും അല്ലാഹനെ പേടിക്കണം. രഹസ്യവും നന്നാകണം, പരസ്യവും നന്നാകണം. ഭർത്താവിന്റെ മുമ്പിൽ നല്ല ഭാര്യയാണ്, ഭർത്താവില്ലാത്ത സമയത്ത് തെറ്റുകളിലേക്ക് ചിന്തിക്കുന്നവളാണ്, അന്യപുരുഷന്റെ നമ്പർ മൊബൈൽ ഫോണിൽ കയറ്റി വെച്ചവളാണ്. അതുപോലെ ഭാര്യന്റെ മുന്നിൽ വളരെ നല്ല ജീവിതമാണ്, അതേ സമയത്ത് അന്യ സ്ത്രീയുടെ നമ്പർ പലതും മൊബൈൽ ഫോണിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഓ മോനെ, അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ.
ചോറ്, കണ്ണിന്റെ കട്ടുനോട്ടം അല്ലാഹുവിനറിയാം, ഹൃദയത്തിന്റെ ഉള്ളിൽ മൂടി വെച്ചത് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും അല്ലാഹുവിനെ ഭയപ്പെടുന്നതാകണം. വകലിമത്തിൽ അദിനി ഫിൽ ഖളബി വൽറിളാ, എത്ര തന്നെ സംതൃപ്തിയുള്ള സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തും നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന വാചകങ്ങളൊക്കെ നീതിയുടെ വാചകങ്ങളായിരിക്കണം. ഒരിക്കലും അല്ലാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറയരുത്. ഒരിക്കലും അല്ലാഹു തന്ന നാവ് കൊണ്ട് വേറൊരു പണ്ഡിതനെ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. ഒരു സാധാരണക്കാരനെയും കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തന്ന നാവ് കൊണ്ട് നാം അനാവശ്യം സംസാരിക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്. കലിമത്തുൽ അദ്ലി ഫിൽ ഖളബി വൽറിളാ, എത്ര ദേഷ്യം പിടിക്കുന്ന സമയമാണെങ്കിലും സംതൃപ്തിയുള്ള സമയമാണെങ്കിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന വാചകങ്ങളെ നാവിലൂടെ വരാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. മൂന്നാമത് കേട്ടോ, വൽ ഖസ്ദി ഫിൽ ഫഖ്രി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതമായി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. എത്ര വലിയ പണക്കാരനാണെങ്കിലും അമിതമായി ചെലവഴിക്കാൻ പാടില്ല. എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് മിതമായി ആവശ്യത്തിന് ചെലവഴിക്കണം. അങ്ങനെ എപ്പോഴും മിതമായി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഓ ചെറുപ്പക്കാരെ, എല്ലാവരുടെ കയ്യിലുമുള്ളൊരു മൊബൈൽ ഫോണ് വളരെ ഉപകാരമുള്ള സാധനമാണ്, ഏറ്റവും നാശം പിടിച്ച സാധനമാണ്. വലിയ ഉപകാരമാണ് ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് ലോകത്തെ ഏറ്റവും ചെറു പിടിച്ച സാധനമാണ് മൊബൈൽ ഫോൺ. അതനാവശ്യം വിളിച്ച് നമ്മൾ സംഖ്യ ചെലവഴിക്കരുത്, അനാവശ്യം പണം ചെലവഴിക്കരുത്, ആവശ്യമില്ലാത്തതൊന്നും അതിൽ കയറ്റിയിട്ടേക്കരുത്. ആ മൊബൈൽ ഫോൺ തുറന്നിട്ട് ട്യൂണും കേട്ട് നമ്മൾ ആരും കിടന്നുറങ്ങരുത്. നമ്മളെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമാണ് ഉറക്കിന്റെ സമയം. അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയത്ത് തെറ്റും ചെയ്തുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങരുത്. ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലണം. ഉറങ്ങുന്നതിന് മുമ്പ് 100 ദിക്ർ ചൊല്ലിയാൽ അതിന് 1000 പ്രതിഫലമാണ്. ഉമ്മമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വല്ലാത്തൊരു സ്വത്താണത്. 100 ദിക്ർ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ. അനാവശ്യം കേട്ടുകൊണ്ട് ചെറുപ്പക്കാരെ കിടന്നുറങ്ങരുത്. നാം അനാവശ്യത്തിന് ഒരു നയാകാശ് പോലും ചെലവഴിക്കരുത്. കടലിൽ വെച്ച് ഒതുവെടുക്കുന്ന സമയത്ത് പോലും 4ാമത് കഴുകുന്നത് കറാഹത്താണ്. കാരണം അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല എന്ന നിയമമാണ്. ഇനി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅഉതിയ മൻ ഹറമനി വഅസ്ല മൻ ഖതഅനി വഅഫു അമ്മൻ ളലബനി. അതിന്റെ പുറമെ എന്നോടുള്ള കൽപ്പനയാണ്, എനിക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. വൈരാഗ്യം വെച്ച് ജീവിക്കാൻ പാടില്ല. അവൻ ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കൊടുക്കാതിരിക്കരുത്. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവം വേണം. എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് മിണ്ടാത്തവനോട് അങ്ങോട്ട് മിണ്ടണം. ഇങ്ങോട്ട് കല്യാണം പറയാത്തവനെ അങ്ങോട്ട് പറഞ്ഞ് ക്ഷണിക്കണം. അതാ നമ്മൾ പരസ്പരം കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്നവനെ വിളിച്ച് സലാം പറയണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവനാണോ, മുഅ്മിനാണോ, അവനോട് സലാം പറയണം, അവനെ വിളിച്ച് സംസാരിക്കണം. അങ്ങനെ വാസിലമൻ ഖതഅനി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. വഅഫു അമ്മൻ ളലമനി, എന്നെ ചീത്ത പറഞ്ഞവനാണവൻ, എന്നെ കല്ലെറിഞ്ഞവനാണവൻ, എന്നെ കുറ്റം പറഞ്ഞവനാണവൻ, എന്നെ തെറി വിളിച്ചവനാണവൻ എന്ന് മനസ്സിലാക്കി ഒരാളോട് നമ്മളെ മനസ്സിൽ വൈരോഗ്യം
വൈരാഗ്യമുണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്. നമ്മളെ ഇങ്ങോട്ട് ആരക്രമിച്ചോ അവർക്കെല്ലാം മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യണം. വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് വിട്ടുവീഴ്ച ചെയ്യും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. അതിന് നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് നമ്മൾ പുറത്തു കൊടുത്തേക്കണം. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം. കഴിഞ്ഞ ഞായറാഴ്ച സിറാജ് ഹുദയുടെ വലിയ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഒരാൾ എന്നോട് മനസ്സാതെ ഞാൻ നിങ്ങളെ കൊണ്ട് പലതും പറഞ്ഞു പോയിട്ടുണ്ട്, പൊരുത്തപ്പെടണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുവരെ പറഞ്ഞതൊക്കെ പൊരുത്തം, ഇപ്പോഴാരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പൊരുത്തം, ഇനി ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അഡ്വാൻസ് പൊരുത്തം. എല്ലാവർക്കും നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കണം. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അറിവില്ലാത്ത ജനങ്ങളാണ്, അവർക്ക് അല്ലാഹു തആല അറിവ് നൽകട്ടെ, അവർക്ക് അല്ലാഹു തആല കാര്യം മനസ്സിലാക്കി കൊടുക്കട്ടെ, അവരെ തെറ്റിദ്ധാരണകൾ അല്ലാഹു തീർത്തി കൊടുക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മളോ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ ഒരു തെറ്റ് ചെയ്യാത്ത നബിയാണോ? ഞാനൊരു തെറ്റ് ചെയ്യാത്ത മലക്കാണോ? ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളൊക്കെ ഈ പാവപ്പെട്ട എനിക്കും സംഭവിക്കാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് എന്റെ ദോഷങ്ങൾ പൊറുക്കാൻ നിങ്ങളും ഭർത്തവരോട് പറയണം. നിങ്ങളെ ദോഷം പുറത്തു കിട്ടാൻ ഞാനും അല്ലാഹുവിനോട് പറയുന്നു. നമ്മളെല്ലാം റബ്ബിന്റെ അടിമകൾ. അവന്റെ കാരുണ്യം കൊണ്ടല്ലാതെ പാണ്ഡിത്യം കൊണ്ടോ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ പവർ കൊണ്ടോ പണം കൊണ്ടോ അധികാരം കൊണ്ടോ സ്ഥാനമാനം കൊണ്ടോ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടൂല കേട്ടോ. താഴ്മയുള്ള ജീവിതം വേണം. അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിക്കണം. രാജാവായ റബ്ബിന്റെ പാവപ്പെട്ട അടിമയാണ് ഞാനെന്ന ബോധത്തോടെ വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവം ഖുർആൻ പറഞ്ഞില്ലേ? താഴ്മയോടെ അവരവന് നടക്കും. ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അവിടുന്ന് സലാമത്താകുന്ന വാക്ക് പറയും. അവരതാതിൽ തിരിച്ചടിക്കാൻ അവരില്ല. ആരോപണത്തിന് പകരം പ്രത്യാരോപണമില്ല. ചീത്ത പറയുന്നവനോട് പകരം ചീത്ത പറയാനില്ല. ആ സാലിഹീങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അതാണ് വഅഫു അമ്മൻ സലമനീ. എന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണം. പോരാ ഫയകൂന സുന്തി ഫിക്റാ വനുത്ഖി ദിക്റാ വനദരി ഇബ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് എനിക്ക് ഫയകൂന സുന്തി ഫിക്റാ. എന്റെ മൗനം ചിന്തയായിരിക്കണം. മിണ്ടാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കണം. അല്ലാഹു തആല എന്തൊക്കെ എനിക്ക് തന്നു, എനിക്ക് റബ്ബ് എന്തെല്ലാം നിഅമത്ത് തന്നു, അതിനൊന്നും ശുക്ർ ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹ് നിസ്കരിക്കുമ്പോൾ വേണ്ടാത്ത വിചാരം എന്റെ മനസ്സിൽ കടന്നു വന്നല്ലോ. അല്ലാഹ് ഞാൻ വേണ്ടാത്ത വികാരങ്ങളും വിചാരങ്ങളും എന്റെ മനസ്സിൽ വന്നുവല്ലോ. അല്ലാഹ് ഞാനൊരു നല്ല മനുഷ്യനായി എന്ന് പറയാനായില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. മിണ്ടാതിരിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹ് തന്ന നിഅമത്തിനെ കുറിച്ച് നന്നായി ആലോചിക്കണം. നന്ദി കുറഞ്ഞു പോയതിനെ സംബന്ധിച്ച് നന്നായി ചിന്തിക്കണം. ഫയകൂന സുന്തി ഫിക്റാ വനുത്ഖി ദിക്റാ. നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതൊക്കെ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വാചകങ്ങളായിരിക്കണം. അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു വാചകവും നാവിലൂടെ വന്നു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയോ വനദരി ഇബ്റാ. എന്റെ നോട്ടങ്ങളെല്ലാം പാഠമാകണം. നോട്ടങ്ങളെല്ലാം പാഠമാകണം. കണ്ടില്ലേ, പശുവിനെ കണ്ടില്ലേ, ആട്ടിനെ കണ്ടില്ലേ, എരുമയെ കണ്ടില്ലേ, ഒട്ടകത്തെ കണ്ടില്ലേ, കുതിരയെ കണ്ടില്ലേ? ഉപകാരമുള്ള ജീവികൾ. അതിന്റെ പുറത്ത് കയറ്റിയിട്ട് മനുഷ്യനെ ദൂരെ എത്തിച്ചു കൊടുക്കുന്ന വല്ലാത്ത ഉപകാരമുള്ള ജീവി ഒട്ടകവും കുതിരയും ഒക്കെ. വലിയ കാളവണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാള, വലിയ സാധനങ്ങൾ വളരെ ദൂരെ എത്തിച്ചു കൊടുക്കുന്ന കാള. എന്താണ് അത്?
ഉപകാരം ചെയ്യുന്നത് എത്രയാണ്. ഉഴുത് മറിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി കരിയുന്നതും ഉപയോഗിക്കുമ്പോൾ ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാള എന്തൊരു ഉപകാരമുള്ള കാളയാണ്. നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, അതേ പശു അതിന്റെ പാല് സ്വന്തം കുട്ടിക്ക് കൊടുക്കുന്നത്, ആ കുട്ടി കുടിക്കുമ്പോൾ മറ്റൊരാൾ മാറ്റി നിർത്തിയിട്ട് കറന്നെടുക്കുമ്പോ പശു ഇങ്ങനെ നിന്ന് കൊടുക്കുന്നു. സ്വന്തം കുട്ടിക്ക് കുറച്ചു കൊടുത്ത് ബാക്കി ജനങ്ങൾക്ക് ഉപകാരത്തിന് വിട്ടുകൊടുക്കുന്ന പശു, ആട്, എരുമ, ഒട്ടകം എന്തൊരു ഉപകാരമുള്ള ജീവി. ഈ ജീവിയോട് ജനങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ്. ജനങ്ങൾ അതിനെ പോറ്റുകയാണ്, അതിന് വെള്ളം കൊടുക്കുകയാണ്, ജനങ്ങൾ അതിന്റെ സമീപത്ത് പോവുകയാണ്. എന്തൊരു സന്തോഷമാണ് ആ മൃഗങ്ങളെ പോറ്റുന്ന മനുഷ്യന്. എന്നാൽ മറുഭാഗത്തുണ്ടല്ലോ കുറെ ജീവികൾ, പാമ്പ്, തേള്, കരിങ്കണ്ണി, പുഴുത്തേള്, അതുപോലെ ചെലന്തി, ശല്യം ചെയ്യുന്ന ജീവി. ഞാൻ ഏത് വകുപ്പിലാ പെടേണ്ടത് ഇത് ചിന്തിക്കണം. ഞാൻ ഈ തേള്, പുഴുത്തേള്, ചെലന്തി പോലെയുള്ള ജീവിയുടെ കൂട്ടത്തിൽ പെട്ട് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്നവനാകണോ? അതല്ല പശു, ഒട്ടകം, എരുമയെ പോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാകണോ? മനുഷ്യൻ ചിന്തിക്കണം, മനുഷ്യൻ ചിന്തിക്കണം. ഓ സ്ത്രീകളെ, നിങ്ങൾ കോഴികളെ കണ്ടില്ലേ? കോഴിയുടെ കൂട്ടത്തിൽ പൂവൻ കോഴിയുണ്ട്, പെടക്കോഴിയുണ്ട്. പൂവൻ കോഴി ഉറക്കെ കൂകും, അത് കണ്ടില്ലേ നിങ്ങൾ? പൂവൻ കോഴി ഉറക്കെ കൂകും, പെടക്കോഴി കൂകൂല. എന്താ കാരണം? പെണ്ണിന്റെ ശബ്ദം അങ്ങനെ പുറത്തു കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പുരുഷന്മാരെ ബാങ്ക് കൊടുക്കൂ, പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. കുട്ടിയുടെ ജവത്തിൽ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ബാങ്ക് വേണമെങ്കിൽ സ്ത്രീകൾക്കും കൊടുക്കാം, അത് പതുക്കെയാണ്. പള്ളിയിലെ ബാങ്ക് പുരുഷന്മാർക്കേ പറ്റൂ, ആണുങ്ങൾക്കും അത്രേ പറ്റൂ, അല്ലാതെ ചെയ്താൽ ഹറാമായേക്കും. അപ്പൊ എന്താ? പൂവൻ കോഴി കൂകുന്നു, പെടക്കോഴി കൂകുന്നില്ല. പക്ഷേ പെടക്കോഴി ദിക്റ് ചൊല്ലുന്നുണ്ട്, ധാരാളം ചൊല്ലുന്നുണ്ട്, പതുക്കെ. അത് മുട്ടയിടാനായാൽ കോഴിമുട്ട, ആ മുട്ടയിടാനുള്ള സമയമായ ദിക്റ് വർദ്ധിപ്പിക്കും. പഠിക്കണം ഉമ്മമാരെ, ഗർഭിണികളാകുമ്പോ ദിക്റ് കൂടുതൽ ചൊല്ലണം, ഗർഭിണികളാകുമ്പോ ദിക്റ് കൂടുതൽ ചൊല്ലണം. കോഴിയെ കണ്ടുപഠിക്കണം. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കോഴിന്റെ വിവരം കൂടി ഇല്ലാതെ ആയിപ്പോയി. പെണ്ണുങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയാണ്, ഉറക്കെ സ്റ്റേജ് കയറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, പള്ളി കൊണ്ടുപോവുകയാണ്, ഒരു കോഴിന്റെ വിവരം പോലും ഇല്ലാതെയായി പോയി. നാം കോഴിയെ കണ്ട് പഠിക്കണം, മൃഗങ്ങളെ കണ്ട് പഠിക്കണം, മരങ്ങളെ കണ്ട് പഠിക്കണം. മരങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? മരം മുറിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ, ആ മരം മുറിക്കാൻ വേണ്ടി അതാ കോടാലിയും കയ്യിൽ പിടിച്ച് മുറിക്കുമ്പോ വീഴുന്നത് വരെ സൂര്യന്റെ ചൂടിൽ നിന്ന് ആ മനുഷ്യന് ഈ മരം തണല് കൊടുക്കും. അത് വീഴുന്നത് വരെ എന്നെ മുറിക്കുന്നവനാണെങ്കിലും തണല് ഞാൻ അതാ പിൻവലിക്കൂല. എന്നെ മുറിക്കുന്ന സമയത്തും എന്റെ തണലിൽ നിൽക്കണമെന്ന് ചിന്തിക്കും. ആ മരത്തിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. നിങ്ങൾ കണ്ടില്ലേ, ചെറുപ്പക്കാര് കുട്ടികൾ കല്ലെടുത്തിട്ട് ഒരു മാവിന് എറിഞ്ഞു. കാരണം എന്താണ്? കാരണം ആ മാവ് നല്ല പഴുത്ത മാങ്ങ കൊടുത്തു. അപ്പോൾ അതിനെ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞു. എറിഞ്ഞപ്പോൾ ആ മാവ് പകരം കല്ല് കൊടുത്തില്ല. കല്ലെറിയുന്നവനൊക്കെ പകരം മാങ്ങ കൊടുക്കുകയാണ്. ഇതാണ് ശരിയായ ആലിമീങ്ങളുടെ സ്വഭാവം, ശരിയായ മഹാന്മാരുടെ സ്വഭാവം. ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمر. ഈ മാവിന്റെ മേലെ നിന്ന് മാവ് കയറി കിട്ടുന്നതിനനുസരിച്ച് മാങ്ങ കൊടുക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ മഹാന്മാരായ ആലിമീങ്ങൾ, അവരാര് കുറ്റം പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവർ പകരം ചീത്ത പറയൂല, കല്ലിന് പകരം കല്ല് കൊടുക്കൂല. അവര് പിന്നെയും പിന്നെയും മധുരമുള്ള മാങ്ങ കൊടുക്കുന്നത് പോലെ ഇൽമിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കും. അതാണ് ശരിയായ ആലിമ് കേട്ടോ. നമ്മളെല്ലാം കണ്ടുപിടിക്കണം ചെറുപ്പക്കാരെ. തൈത്തെങ്ങിന്റെ മേലെയാണ് തേങ്ങ കൂടുതലുള്ളത്, തീറ്റത്തെങ്ങിന്റെ മേലെ തേങ്ങ കുറവാണ്. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ചെറുപ്പക്കാരാണ് കൂടുതൽ നിസ്കരിക്കേണ്ടത്, ചെറുപ്പക്കാരാ കൂടുതൽ സദഖ കൊടുക്കേണ്ടത്, ചെറുപ്പക്കാരാ സുന്നത്തുകൾ എടുക്കേണ്ടത്, ചെറുപ്പക്കാരാ ദിക്റും സലാത്തിനും ഒക്കെ പങ്കെടുക്കേണ്ടത്. അല്ലേ? തൈത്തെങ്ങിന്റെ മേലെയല്ലേ തേങ്ങ കൂടുതലുള്ളത്. തീറ്റത്തെങ്ങാവുമ്പോ കഴിയൂല, ജമാഅത്തിന് നടന്നു പോകാൻ കാലിന്റെ മുട്ടുകൊണ്ട് കഴിയൂല. അപ്പൊ പീറ്റത്തെ
തൈത്തങ്ങാവാൻ കാത്തു നിൽക്കാതെ തൈത്തങ്ങാകുന്ന സമയത്ത് തന്നെ ധാരാളം തേങ്ങ കൊടുക്കുന്ന തൈത്തങ്ങിൽ നിന്ന് കണ്ട് പഠിക്കണം. ചെറുപ്പക്കാരനായ ഞാനാണ് ദീനിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകേണ്ടത്, ഞാനാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ടത്, ഞാനാണ് സുബഹിന്റെ ശേഷം ഖുർആൻ ഓതേണ്ടത്, ഞാനാണ് ദിക്ർ കൂടുതൽ ചൊല്ലേണ്ടത്, ഞാനാണ് സലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്. ചെറുപ്പക്കാരെ, മത്സ്യങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം, മൃഗങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. അല്ലാഹുവിന്റെ സൃഷ്ടികളെല്ലാം നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടി റബ്ബ് വെച്ചതാണ്. അങ്ങനെ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് തീയളും. ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ പ്രിയം വെക്കണം. ആ റബ്ബിനെ പ്രിയം വെച്ച് അവനെ അറിഞ്ഞ് അവൻ ബഹുമാനിച്ചവനെ ബഹുമാനിച്ച് അവനെ സ്നേഹിച്ചതിനെ സ്നേഹിച്ച് അവന്റെ വീടായ പള്ളിയെ ബഹുമാനിച്ച് ആ പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ള മനുഷ്യര് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തണൽ വാങ്ങുന്ന മുഅ്മിനീങ്ങളാകണം നമ്മൾ എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ഈ പള്ളിയെ സഹായിച്ചവരും സഹകരിച്ചവരും ഉണ്ട്, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചവരുണ്ട്. ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ തന്നിട്ടുണ്ട്, വരുന്ന വഴിക്ക് വെച്ച് പലരും നേർച്ചകൾ തന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ. ഇവിടെ കയറി വന്നപ്പോൾ ഒരാൾ നേർച്ച തന്നു, സിറാജുൽ ഹുദയിലേക്ക് മക്കളില്ലാഞ്ഞിട്ട് നേർച്ച ചെയ്തത് കുട്ടിയായി എന്ന് പറഞ്ഞു, നേർച്ച സംഖ്യ തന്നു. വേറെ പലരും ഈ വരുന്ന വഴിയിൽ നേർച്ചകൾ തന്നവരുണ്ട്. അല്ലാഹുവേ, ആ സ്ഥാപനത്തിന് നീ തന്ന ബർക്കത്ത് നീ നിലനിർത്തി തരണം റഹ്മാനേ. ഞാൻ തിരിച്ചക്ക് എല്ലാവരും നല്ല കടമുണ്ട്. ഇവരിടക്കിടക്ക് പറയുന്നത് കടമുണ്ട്, അതുകൊണ്ട് നല്ല സംഖ്യ വായിക്കാൻ പോകുന്നതാണ്. صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى عليه وسلم صلى الله على محمد صلى الله على محمد صلى الله عليه صلى الله على محمد صلى الله على محمد صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد. അപ്പിന്റെ പേരായി സുസജ്ജമാക്കിയുള്ള മുഴുവൻ മുഖ്യങ്ങളെ നീ ഐക്യപ്പെടുത്തണേ റഹ്മാനേ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, താജുൽ ഉലമാ തങ്ങളവർക്കും അതുപോലെ ഞങ്ങളുടെ സർവ്വ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ തന്നവർ, ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്ന ധാരാളം ആളുണ്ട്. കൃഷിയിൽ ചേർത്തവരുണ്ട്, സ്വർണം തന്നവരുണ്ട്, പണം തന്നവരുണ്ട്, ഈ പള്ളിക്ക് സഹായിച്ചവരുണ്ട്, ഈ പരിപാടി സംഘടിപ്പിക്കാൻ അധ്വാനിച്ച വളണ്ടിയർമാരുണ്ട്, ഈ മഹല്ലത്തിലും പുറത്തുമുള്ള മുഅ്മിനീങ്ങളുണ്ട്. റബ്ബേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. എല്ലാവരുടെ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. ആർക്കവരിലോ ഞങ്ങളിലോ ബന്ധപ്പെട്ടവരിലോ എന്ന് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനേ.
റബ്ബേ എല്ലാ കച്ചവടങ്ങളിലും ജോലികളിലും ബിസിനസ്സുകളിലും കൃഷികളിലും കുടുംബങ്ങളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. സമയങ്ങളിലും ആയുസ്സിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റബ്ബേ നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് എത്തിക്കണം റഹ്മാനെ. ഇവരൊരു പെരിയാൽ തുടങ്ങിയ എല്ലാ രോഗങ്ങളിലും ഞങ്ങളെ നീ ശുദ്ധിയാക്കണേ റഹ്മാനെ. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം യുദ്ധത്തോടെ ആഫിയത്തോടെ ജീവിച്ച അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നത് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമയിൽ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ. ചെറുതും വലുതുമായ സർവ്വ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പ് ചെയ്യണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനെ, കുറവാക്കരുത് റഹ്മാനെ. നമ്മളെയും സിയാറത്തും ചെയ്യാൻ പലതവണ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. റബ്ബേ ഈ പള്ളിയിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ മഹല്ലത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യണം റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കുരിക്കീഴിൽ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീങ്ങളിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. റബ്ബേ നിന്റെ ലിഖാഇൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനേ. അർഹമുർറാഹിമീനായ റബ്ബേ സാധുക്കളായ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണം റഹ്മാനേ. ഞങ്ങളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും അവിടുന്ന് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അപകടം പറ്റിയവരും രോഗികളും ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഞങ്ങളെ സദസ്സിൽ വന്നവർ, ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ ആരൊക്കെ മരിച്ചുപോയോ എല്ലാവരും അവരും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. റബ്ബേ നിനക്കറിയാം മക്കളില്ലാത്ത പലരും ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഇവിടെ വന്നതിന് ശേഷവും പ്രസവിച്ച ഒരു ചെറിയ കുട്ടിയുടെ രോഗം കൊണ്ട് പൊട്ടിക്കരഞ്ഞ് വളരെ ദൂരെ നിന്ന് ടെലിഫോൺ ചെയ്ത് സങ്കടം പറഞ്ഞവരുണ്ട്. റബ്ബേ ആ കുട്ടിക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ ഫ്ലാറ്റിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കുറിഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട്. അവരെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. അവസാനം നിന്റെ സാലിഹീങ്ങളോടുകൂടെ ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على